Hi, welcome to iFor Education. This is Mohsina. UGC Net Economicsന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് എക്കണോമിക്സ് റിലേറ്റഡ് വീഡിയോസ് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഫർദർ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. ഓൾസോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് യു വിൽ ഗെറ്റ് ഡെയിലി അപ്ഡേറ്റ്സ് ഓൺ അവർ എക്സാം. ഓൾസോ ഡെയിലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പോൾസ് ആയിട്ടും അതുപോലെ മെറ്റീരിയൽസ് PDF ആയിട്ടൊക്കെ കിട്ടും. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഒരു ടോപ്പിക്ക് ഇക്വേഷൻസ് ഓഫ് മൾട്ടിപ്ലയർ. മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ആക്ച്വലി മൾട്ടിപ്ലയർ നമ്മുടെ മാക്രോ എക്കണോമിക്സിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണ്. അതിൻ്റെ ഒരു കൺസെപ്റ്റ് രൂപത്തിലേക്കല്ല നമ്മൾ ഇന്ന് അപ്രോച്ച് ചെയ്യുന്നത്. നമുക്ക് മൾട്ടിപ്ലയറിൻ്റെ കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചാനലിൽ തന്നെ വേറെ വീഡിയോസ് മാക്രോ എക്കണോമിക്സിൻ്റെ വീഡിയോസ് ഉണ്ട്. ഇനിയും ഫർദർ ഒരുപാട് വീഡിയോസ് വരും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഐഫറിലോട്ട് ജോയിൻ ചെയ്യാൻ. ടുഡേ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ സൈഡാണ്. എങ്ങനെയാണ് മൾട്ടിപ്ലയറിൽ നിന്നും കുറച്ച് അപ്ലൈഡ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ്. ഇക്വേഷൻസ് ഓഫ് മൾട്ടിപ്ലയർ. ഈ മൾട്ടിപ്ലയറിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ. ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസംഷൻ ഫംഗ്ഷൻ ദ വാല്യൂ ഓഫ് ദ ഇൻകം മൾട്ടിപ്ലയർ k = 4? ഇതാണ് ഇതിൽ നിന്ന് വരാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊരു സിമ്പിളിൽ നിന്ന് തുടങ്ങിയിട്ട് അടുത്തതിലോട്ട് പോവാം. സോ മൾട്ടിപ്ലയറിനെ നമ്മൾ കെ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ മൾട്ടിപ്ലയർ 4 ആവുക മീൻസ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇൻകത്തിലെ ഒരു യൂണിറ്റ് ചേഞ്ച് കൊണ്ട് തന്നെ, ഇൻകം മൾട്ടിപ്ലയർ ആണ്, ഇൻകത്തിലെ ഒരു യൂണിറ്റ് ചേഞ്ച് കൊണ്ട് തന്നെ അത് ഇക്കോണമിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് k = 4 മൾട്ടിപ്ലയർ 4 എന്ന് പറയുമ്പോൾ 4 മടങ്ങാണ്. ആ ഇമ്പാക്റ്റ് 4 മടങ്ങ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. സോ ഇവിടെ നിന്ന് നോക്കാം. ഇവിടെ 4 ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, ആ 4 ഇക്വേഷൻസിൽ ഏത് ഇക്വേഷനാണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക? ഓക്കെ, അതായത് k = 4 മൾട്ടിപ്ലയർ 4 വരാൻ ഇതിൽ ഏത് ഇക്വേഷനാണ് ചാൻസ് ഉള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓരോ ഇക്വേഷനും എടുത്ത് ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി മൾട്ടിപ്ലയറിൻ്റെ ആ ഒരു വാല്യൂ തന്നതുകൊണ്ട് അവിടെ നിന്ന് തന്നെ നോക്കാൻ പറ്റുന്നതാണ്. സോ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്നത് k = 4. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ഈ ഒരു പേര് തന്നെ നിങ്ങൾക്ക് തമ്പനെയിൽ കണ്ടിട്ടുണ്ടാവും, ഇക്വേഷൻസ് ഓഫ് മൾട്ടിപ്ലയർ അല്ലേ. അപ്പോൾ ഇൻകം മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ ഓർത്ത് വെച്ചുകൊള്ളുക. ഇൻകം മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ ആണ് k = 1/1 - MPC. 1/1 - MPC. ഓക്കെ, എന്താണ് ഈ MPC? ഇറ്റ് ഇസ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അഥവാ നമുക്ക് ഒരു കൺസംഷൻ ഫംഗ്ഷൻ ഗ്രാഫ് ചെയ്യാം. Suppose this is a consumption function. Okay, C consumption = A plus BY, and this will be A or autonomous consumption. 0 ഇൻകം ഉള്ള സമയത്ത് പോലും ഒരാൾ കൺസ്യൂം ചെയ്യും അല്ലേ. 0 ഇൻകം ആണെങ്കിൽ പോലും ഒരാൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കൺസ്യൂം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു കൺട്രി അവർക്ക് 0 ഇൻകം ആകുന്ന സമയത്ത് പോലും അവർക്ക് സെർട്ടൈൻ കൺസംഷൻ ഉണ്ടായിരിക്കും. സോ ആ 0 ഇൻകം ലെവലിലുള്ള കൺസംഷൻ്റെ ആ ഒരു ലെവലാണ് നമ്മുടെ ഓട്ടോണോമസ് കൺസംഷൻ. ഓക്കെ, ദിസ് ഇസ് ആൻ ഇൻ്റർസെപ്റ്റ്. ഓക്കെ, ദിസ് ഇസ് ആൻ ഇൻ്റർസെപ്റ്റ്. ഈ ഒരു ഗ്രാഫിൽ വരുമ്പം അത് ഇൻ്റർസെപ്റ്റ് ആയിരിക്കും. സോ ഇത് ഒരു കോൺസ്റ്റൻ്റ് ആണ് ഓട്ടോണോമസ് കൺസംഷൻ. ആൻഡ് വാട്ട് അബൌട്ട് ബി? നമ്മൾ പണ്ട് മാത്സിൽ പഠിച്ചു മറന്നൊരു കാര്യം ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ y = mx + c അല്ലേ. സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ് y = mx + c. അപ്പോൾ ഇതിൽ കോൺസ്റ്റൻറ്റ് അവിടെ നിൽക്കട്ടെ, അത് ഇൻ്റർസെപ്റ്റ് ആണെന്ന് നമുക്കറിയാം. അതാണ് ഇവിടെ വരുന്ന A. ഓക്കെ, അതാണ് ഇവിടെ വരുന്ന ഇൻ്റർസെപ്റ്റ് ഓട്ടോണോമസ് കൺസംഷനായി മാറിയത്. ആൻഡ് ഇവിടെയുള്ള വേരിയബിൾ, നമുക്കിവിടെ വേരിയബിൾ ഇൻകം ആണ്. സോ അവിടെയുള്ള വേരിയബിൾ എന്താണ്? y ആണ്. ആൻഡ് B എന്താണ്? ആക്ച്വലി ഇത് സ്ലോപ്പാണ്, സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പാണ് അല്ലേ. ഇത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പാണ്. ദാറ്റ് മീൻസ് ഈ B ഇവിടെ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പാണെന്ന് അർത്ഥം. ഓക്കെ, ഇത് സ്ലോപ്പാണ്.
ആൻഡ് കൺസംഷൻ ഫംഗ്ഷൻ്റെ സ്ലോപ്പ് നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. കൺസംഷൻ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ മാർജിനൽ കോൺസെപ്റ്റ് എന്നുള്ളൊരു ഭാഗത്തേക്കാണ് നമ്മൾ പോവുക. അഥവാ എക്കണോമിക്സിൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് മിക്കവാറും മാർജിനൽ കോൺസെപ്റ്റ് എന്നുള്ളൊരു റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. സോ മാർജിനൽ കോൺസെപ്റ്റ്, അപ്പോൾ കൺസംഷൻ ഫംഗ്ഷൻ്റെ മാർജിനൽ എന്താണ്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. സോ ഈ ബി എന്ന് പറയുമ്പോൾ ഇവിടെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം അഥവാ MPC ആകുന്നു. അതാണ് ഇവിടെ MPC വരാനുള്ള കാരണം. ഓക്കെ, K = 1/1 - MPC എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഇവിടെ നോക്കാം. K = 4 തന്നിട്ടുള്ളത് അല്ലേ. ദെൻ 4 അതെന്താണ്? 1/1 - MPC. ഓക്കെ, ഇനി ആക്ച്വലി സാധനം കിട്ടി. ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുക, ഇതിലോട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള സാധനങ്ങളൊക്കെയാണ് ആക്ച്വലി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഇനി ഇക്വേഷൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുള്ള തിരിച്ചിട്ട് കളി അറിയുന്നവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പലരും ഇവിടെയൊക്കെയാണ് ഈ ബേസിക് മാത്തമാറ്റിക്സിൽ കുറച്ച് പ്രോബ്ലംസ് ഉള്ളവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സ്റ്റക്കായി പോവാറുള്ളത്. സോ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ 1 - MPC എന്നുള്ളതിനെ, ഇതിപ്പോൾ എന്താണ് 1/1 - MPC, 4 എന്ന് പറയുമ്പോൾ 4/1 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആക്ച്വലി ഈ 1 - MPC എന്നുള്ളതിനെ ഞാൻ ഇക്വേഷൻ്റെ ഈ സൈഡിലോട്ട് എടുക്കുമ്പോൾ അത് 1 - MPC ഇവിടെ ന്യൂമറേറ്ററിൽ വരികയാണ്. ആൻഡ് ഓൾസോ ഈ 1 അവിടെ തന്നെ ഉണ്ട്. /4 ഈ ഡിനോമിനേറ്ററിലേക്കും പോവുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ MPCനെ അങ്ങോട്ട് മാറ്റാം, 1/4നെ അങ്ങോട്ട് മാറ്റാം. കാരണം നമുക്ക് കാണേണ്ടത് MPC ആണ്. ഓക്കെ, സോ MPCനെ ഞാൻ അങ്ങോട്ട് മാറ്റുന്നു. ആൻഡ് 1നെ അവിടെ തന്നെ വെച്ച് 4നെ ഇങ്ങോട്ട് മാറ്റുകയാണ്. 1ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ അല്ലേ, 1ൽ നിന്ന് 4 പോയാൽ 3/4. ദാറ്റ്സ് ഈക്വൽ ടു MPC. 3/4 എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് അറിയാം ദാറ്റ് ഈസ് 0.75 ആയിരിക്കും. അഥവാ നമുക്കറിയാം C = A + BY എന്നുള്ളതാണ് നമ്മുടെ കൺസംഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ B ആണ് MPC. ഓക്കെ, ആ MPC = 0.75 എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ആ 0.75 ഉള്ള ഇക്വേഷൻ ഇവിടെ എവിടെയാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഓപ്ഷൻസ് നോക്കാം. ഓക്കെ, ഇവിടെ 0.5 ആണ്, 0.8 ആണ്, 0.75, 0.4. സോ ദ ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഹിയർ ഇസ് അനദർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടൊക്കെ ഫീൽ ആവുന്നുണ്ട് അല്ലേ, ബട്ട് ഇറ്റ്സ് ആക്ച്വലി വെരി ഈസി ക്വസ്റ്റ്യൻ. Suppose that for a particular economy for some time period, investment was equal to 100. Okay, government expenditure 75T, net taxes 100, consumption function തന്നിട്ടുണ്ട് C = 25 + 0.8 YD. ആക്ച്വലി ഈ YD കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ YD = ഡിസ്പോസബിൾ ഇൻകം ആണ് കേട്ടോ. ഡിസ്പോസബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകത്തിൽ നിന്നും ടാക്സ് കുറച്ച് സബ്സിഡി കൂട്ടിയത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഫൈനലി നമുക്ക് കൺസ്യൂം ചെയ്യാൻ എത്രയാണോ നമുക്ക് കിട്ടുന്ന ഇൻകം അത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ സബ്സിഡിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, ടാക്സിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. സോ ടാക്സ് എന്താണ് 100ലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. സോ ഇവിടുത്തെ YD ആക്ച്വലി ഇൻകം -100 ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇത്ര കൺസെപ്റ്റിലോട്ടൊന്നും പോവണ്ട. ഇത് ആക്ച്വലി ഒരു വർഷം ചോദിച്ച PYQ ആണ്, ഒരു പാസേജ് ടൈപ്പ് ചോദിച്ച PYQ ആണ്. അപ്പോൾ അതിൽ ആ പാസേജിലുള്ള മറ്റ് ക്വസ്റ്റ്യൻസിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാനുണ്ടെങ്കിലും ഈ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യനിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇക്വേഷൻ അറിയാമെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം കഴിയും. ഐ വിൽ ഷോ യു. അതായത് നമുക്ക് കൺസംഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, കൺസംഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. കൺസംഷൻ ഫംഗ്ഷൻ എന്താണ്? C = 25 + 0.8 YD. ഓക്കെ, അപ്പോൾ C = A + BYD എന്നുള്ള ഫോം തന്നെയാണിത് ആക്ച്വലി, കൺസംഷൻ ഫംഗ്ഷൻ്റെ ആ ഫോം. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, B = 0.8. അപ്പോൾ B എന്താണ്? MPC ആണ് അല്ലേ, അത് 0.8 ആണ്. ഓക്കെ, ടാക്സ് മൾട്ടിപ്ലയർ ആണ് കാണാനുള്ളത്. ഓക്കെ, ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറയുമ്പം
അത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക, ഇക്കോണമിയിൽ ചെയ്യുന്ന ചില ചേഞ്ചസ്, അത് ഇൻകം കൊണ്ടായിരിക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടായിരിക്കാം, ടാക്സ് കൊണ്ടായിരിക്കാം, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഉണ്ടാക്കുന്ന ചെറിയ ചേഞ്ചസ് കാരണം ഉണ്ടാക്കുന്ന ഒരു ഓവറോൾ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതാണ് മൾട്ടിപ്ലയർ പറയുന്നത്. അപ്പോൾ ടാക്സ് ഒരു ഇക്കോണമിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കുമോ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കുമോ? ഐ മീൻ വളരെയധികം ടാക്സ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും അല്ലേ. സോ ആളുകൾക്ക് സത്യത്തിൽ എന്താണ്, അവരുടെ ഒരു ഇൻകം കുറയാണല്ലോ, അവർക്ക് അവരുടെ പർച്ചേസിങ് പവർ കുറയാണല്ലോ. സോ ഇൻകം മൾട്ടിപ്ലെയറിൻ്റെ അല്ലെങ്കിൽ ഒരു കൺസംഷൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലെയറിൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള രൂപത്തിലാണ് ഇതിൻ്റെ ഒരു ഇക്വേഷൻ വരിക. ഓക്കെ, മറ്റത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആണ്. സോ എന്താണ് ഇക്വേഷൻ എന്ന് നോക്കാം. ടാക്സ് മൾട്ടിപ്ലെയറിൻ്റെ ഇക്വേഷൻ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി. അതായത് ചേഞ്ച് ഇൻ ടാക്സ് കാരണം, ടാക്സിലുള്ള ചേഞ്ച് കാരണം ഇൻകത്തിൽ എന്തെല്ലാം ചേഞ്ചസ് വന്നു. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഇക്വേഷൻ ശ്രദ്ധിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മൈനസ് എം പി സി ബൈ 1 മൈനസ് എം പി സി. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഇത് ഇവിടെ ഇപ്പം നമുക്ക് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ് കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ഈ ഇക്വേഷൻ കൊടുത്താൽ നമുക്ക് കിട്ടും. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി പറയാം. ചിലപ്പോൾ നമുക്ക് ഈ എം പി എസ് ഒക്കെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നമുക്കറിയാം എം പി സി പ്ലസ് എം പി എസ് ഈക്വൽ ടു 1 അല്ലേ. ഓക്കെ, അതായത് എം പി എസ് ഈക്വൽ ടു 1 മൈനസ് എം പി സി ഓർ എം പി സി ഈക്വൽ ടു 1 മൈനസ് എം പി എസ്. സോ ഇവിടെ ഒരു 1 മൈനസ് എം പി സി ഉണ്ട്, 1 മൈനസ് എം പി സി ഉണ്ട്. അപ്പോൾ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു മൈനസ് എം പി സി ബൈ എം പി എസ്. ഇതും ടാക്സ് മൾട്ടിപ്ലെയറിൻ്റെ മറ്റൊരു ഇക്വേഷനാണ്, ടാക്സ് മൾട്ടിപ്ലെയറിൻ്റെ മറ്റൊരു ഇക്വേഷനാണ്. സോ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇനി വാല്യൂ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, വാല്യൂ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എന്താണ് നമുക്ക് ഇവിടെ 0.8 ആണ് എം പി സി എന്ന് നമുക്കറിയാം. എം പി സി ഈക്വൽ ടു 0.8. സോ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു മൈനസ് ബി ബൈ 1 മൈനസ് ബി. ഓക്കെ, ഓർ മൈനസ് എം പി സി ബൈ 1 മൈനസ് എം പി സി. ബി ഈക്വൽ ടു എം പി സി. സോ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 0.8 by 1 minus 0.8. That's equal to minus 0.8 by 1 നിന്ന് 0.8 പോയി കഴിഞ്ഞാൽ, 1 നിന്ന് 0.8 പോയി കഴിഞ്ഞാൽ എന്താണ്? 0.2 അല്ലേ. ഓക്കെ, 1 നിന്ന് 0.8 പോകുക എന്നുള്ളത് അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സൈഡിലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അതായത് 1 നിന്ന് 0.8 പോയി കഴിഞ്ഞാൽ 0 അല്ല, 10 8 പോകണം, 2. ഇവിടുന്ന് ഇപ്പോൾ ഒന്ന് അങ്ങോട്ട് കടെടുത്തതാണ്, 0 ആയി, 0. അങ്ങനെയാണ് ആ 0.2 അവിടെ വന്നത് കേട്ടോ. ഇനി 0.8 അങ്ങനെ ഈ ഡെസിമൽസിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലർക്കൊരു പേടിയാണ്. ഒന്നുമില്ല, ഒരു ഡെസിമൽ ഉണ്ടെങ്കിൽ അതിന് ആ ഒരു ചിഹ്നം അവിടെ നിന്ന് ഒഴിവാക്കാൻ, ആ ഒരു പോയിന്റ് അവിടെ നിന്ന് ഒഴിവാക്കാൻ 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. സോ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10 കൊണ്ട് അങ്ങ് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്നതോടുകൂടി -8/2 എന്നുള്ളതാകും. അതായത് 8ൽ എത്ര 2 ആണ്? 4 അല്ലേ. ഇവിടെ ഒരു നെഗറ്റീവ് സംഖ്യ ഉള്ളതുകൊണ്ട്, നമുക്കൊരു നെഗറ്റീവ് ചിഹ്നം ഉള്ളതുകൊണ്ട് അവിടെ -4 or -4. So the answer is D, -4. Here is another question. Suppose that for a particular economy, അതായത് ഞാൻ പറഞ്ഞു ഇത് ആ പാസേജ് ക്വസ്റ്റ്യൻ തന്നെയാണ്, അതിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ജി? ഓക്കെ, ഗവൺമെൻറ് ഇക്കോണമിയിലേക്ക് എക്സ്പെൻഡിച്ചർ ഇറക്കി കഴിഞ്ഞാൽ അതിനൊരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാവും അല്ലേ. സോ ഇവിടെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. സോ സൈൻ പോസിറ്റീവ് തന്നെയാണ്. ഇക്വേഷൻ ഒന്ന് നോക്കാം. ഡെൽറ്റ y by delta g or government expenditure multiplier equal to 1 by 1 minus b or 1 by 1 minus MPC. So ഇവിടെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. This is 0.8. MPC is equal to 0.8. MPC equal to 0.8. So ഇവിടെ നമുക്കത് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. 1 by 1 minus 0.8. ഓക്കെ, അപ്പം 1ൽ നിന്ന് 0.8 പോയി കഴിഞ്ഞാൽ 0.2. ഓക്കെ, മുകളിലും താഴെയും ഓരോ 10 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 10/2 ദാറ്റ്സ് ഈക്വൽ ടു 5. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ.
Here is the answer. Here is another question for you. ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. രണ്ട് എം പി സിയും രണ്ട് എം പി എസ് ഒക്കെ തന്നിട്ട് ഉള്ള സാധനമാണ്, അപ്പുറത്തൊക്കെ മൾട്ടിപ്ലെയറുമാണ്. ഇത് തമ്മിലൊന്ന് മാച്ച് ചെയ്യാനാണ്. ആക്ച്വലി നമുക്ക് ഒരൊറ്റ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ദാറ്റ് ഈസ് കെ ഈക്വൽ ടു 1/1 മൈനസ് എം പി സി ഓർ 1 മൈനസ് എം പി സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/1 മൈനസ് എം പി സി എന്ന് പറയുമ്പോൾ എം പി എസ് ആണ്. ഈ ഇക്വേഷൻ അറിയുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എം പി സി പോയിന്റ് 2 ആകുമ്പോൾ അല്ലേ, എം പി സി പോയിന്റ് 2 ആകുമ്പം എന്താ സംഭവിക്കുക? പോയിന്റ് 2 ആവുന്ന സമയത്ത് എം പി സി 1/1 മൈനസ് പോയിന്റ് 2 ദാറ്റ്സ് ഈക്വൽ ടു 1/0.8 അല്ലേ. ഓക്കെ, അതായത് 10/8. ഈ 10/8 അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് സൈഡിലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ 5/4. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് സൈഡിൽ ചെയ്ത് നോക്കിയാൽ മതി എന്താണ് ആൻസർ വരിക എന്നുള്ളത് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 5/4 എന്ന് പറയുമ്പോൾ ഒരു 4 ദെൻ എന്താണ് ജസ്റ്റ് 1 10 1.28 അല്ലേ, ദെൻ 2 then 5 1.25. so this will be matching like this. okay, so നമുക്ക് ആൻസർ ഇവിടെ കിട്ടി 1.25. so 0.2 ആവുമ്പോൾ k ഈക്വൽ ടു 1.25 വരുന്നു. നെക്സ്റ്റ് എന്താണ് 0.5 ആവുമ്പോൾ, പക്ഷെ 0.5 ഇവിടെ എം പി എസ് ആണ് ചോദിച്ചത് കേട്ടോ. എം പി എസ് ഈക്വൽ ടു 0.5 ആണ് ചോദിച്ചത്. സോ ഇക്വേഷൻ എന്താണ്? 1/1 മൈനസ് എം പി എസ് 1/എം പി എസ്. ഓക്കെ, 1/എം പി എസ് അതായത് 1/0.5 അല്ലേ. 1/0.5 എന്ന് പറയുമ്പോൾ 10/5 നോക്കിയാൽ മതി. 10/5 കാരണം മുകളിലും താഴെയും ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. സോ 10/5 ദാറ്റ്സ് ഈക്വൽ ടു 2. ഓക്കെ, സോ കെ ഈക്വൽ ടു 2. സോ സിമ്പിൾ. സോ നെക്സ്റ്റ് അടുത്തത് എന്താണ്? എം പി എസ് 0.75. അതും എം പി എസ് ആണ്. എം പി എസ് ഈക്വൽ ടു 0.75. അപ്പോൾ 1/എം പി എസ് ആണ് അല്ലേ, 1/എം പി എസ് ആണ്. 1/0.75 ഇങ്ങനെയൊക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ ഉള്ളവർ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ 2 സ്ഥാനം മാറ്റി കുത്തിടാനുണ്ട്. അപ്പം 100 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. 100/75. 75 എത്ര 100ൽ എത്ര 75 ഉണ്ട് നോക്കിയാൽ മതി. ദാറ്റ് വിൽ ബി ഇങ്ങനെയൊക്കെ വരുമ്പം പെട്ടെന്ന് മനക്കണക്ക് ചെയ്യാൻ അറിയാത്തവർ ആണെങ്കിൽ ജസ്റ്റ് സൈഡിൽ ഒന്ന് എഴുതുക. 100/75 ഒരു 75 25 അല്ലേ. ദെൻ എന്താണ് പോയിന്റ് ഇടുക. 250ൽ എത്ര 75 ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഓൾമോസ്റ്റ് എത്ര വരും നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ആയിരിക്കും. ഓക്കെ, ദാറ്റ് വിൽ ബി 3. സോ എന്താണ്? ദിസ് വിൽ ബി ലൈക്ക് ദിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എം പി സി ഈക്വൽ ടു 0.4. ഓക്കെ, എം പി സി ഈക്വൽ ടു 0.4. അപ്പോൾ എം പി സി വെച്ചിട്ടുള്ള ഇക്വേഷൻ എന്താണ്? 1/1 മൈനസ് എം പി സി അല്ലേ. 1/1 മൈനസ് എം പി സി. ഇവിടെ എം പി സി നമുക്ക് 0.4 ആണ് തന്നിട്ടുള്ളത്. സോ 1/1 മൈനസ് 0.4 എന്ന് പറയുമ്പോൾ 1/0.6. 1ൽ നിന്ന് 0.4 പോകുക പറഞ്ഞാൽ 0.6. ഇങ്ങനെ വരുമ്പോൾ മുകളിലും താഴെയും ഓരോ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10/6 അഥവാ 5/3 അല്ലേ. 5/3 ജസ്റ്റ് ചെയ്യാൻ അറിയാത്തവർ നോക്കിയാൽ മതി. 5/3 എന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. എന്താണ്? 1 3 2 0 1.3 അല്ലേ 6. ഓക്കെ, സോ ഇവിടെ 18 എന്നുള്ള ആ രൂപത്തിലായിരിക്കും വരിക. സോ എന്താണ് നമുക്കിപ്പോൾ ആൻസർ വന്നത്? 1.6. സോ ദാറ്റ്സ് ദ ആൻസർ. സോ എ ഷുഡ് ബി 2 4. എ 4ലേക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ദ ആൻസർ ഇസ് 3. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ ഇക്വേഷൻസ് ഓഫ് മൾട്ടിപ്ലയർ. അപ്പോൾ ഓരോന്നിൻ്റെ ഇക്വേഷൻസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇൻകം മൾട്ടിപ്ലയർ 1/1 മൈനസ് എം പി സി ഓർ 1/എം പി എസ്. ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയറും
ഇൻവെസ്റ്റ്മെൻറ്റിനും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. സോ 1/MPS. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറും പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. 1/1 - MPC ദാറ്റ്സ് ഈക്വൽ ടു 1/MPS. ടാക്സ് മൾട്ടിപ്ലയർ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. സോ -MPC by 1 - MPC or -MPC divided by MPS. ഓവറോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഇത്ര മാത്രം. MPC വെച്ചിട്ട് എങ്ങനെ മൾട്ടിപ്ലയർ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മൾട്ടിപ്ലയറിനെ കുറിച്ച് ഒരു ചെറിയ കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടാകും. കൂടുതൽ കൺസെപ്ച്വൽ ക്ലാരിറ്റി മൾട്ടിപ്ലയർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള രൂപത്തിൽ നമുക്ക് മാക്രോ എക്കണോമിക്സിലെ ക്ലാസ് വരും ദിവസങ്ങളിൽ എടുക്കാം. പക്ഷേ ഇവിടെ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കൺസംഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് അതിൽ നിന്നും മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് വെച്ചിട്ട് കുറച്ച് PYQ ആണ് നമ്മളിന്ന് ചെയ്തത്. ഐ ഹോപ്പ് ടുഡേയ്സ് ക്ലാസ് വിൽ ഹെൽപ്പ് യു ഫോർ യുവർ ഫെർദർ പ്രിപ്പറേഷൻ. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് ഓൾസോ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിക്കാം. സോ സൈനിങ് ഓഫ് ഫ്രം ഐ ഫോർ എഡ്യൂക്കേഷൻ. ദിസ് ഇസ് മുഹ്സിന. താങ്ക് യു.